ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. പരാവരജ്ഞസ്സ ഋഷി കാലേനാവ്യക്തരംഹസ യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. നമ്മൾ ഇനിയുള്ള 3 ശ്ലോകങ്ങളിൽ അവിടെ ആ സരസ്വതി നദിയുടെ തീരത്ത് വന്നിരുന്ന ശ്രീ വ്യാസഭഗവാൻ അവിടെ ഇരുന്ന് എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അഥവാ വ്യാസഭഗവാന്റെ ദീർഘദൃഷ്ടിയുടെ മഹത്വം, അതിൻ്റെ ആ വലിപ്പമാണ് ഇനിയുള്ള 3 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. പരാവരജ്ഞ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അറിയുന്നവരെയാണ് പരാവരജ്ഞ എന്ന് പറയുന്നത്. ഇവിടെ വ്യാസഭഗവാനെക്കുറിച്ചാണ് അങ്ങനെ ഒരു വിശേഷണം പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിനിയുള്ള കാര്യങ്ങളിലൂടെ, ഇനിയും പറയുന്ന 2 ശ്ലോകങ്ങളിലൂടെ അത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. സ ഋഷി, ആ ഋഷി വ്യാസമഹർഷി കാലേനാവ്യക്തരംഹസ, കാലേന അവ്യക്തരംഹസ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കാലേന അവ്യക്തരംഹസ. കാലേന എന്ന് പറഞ്ഞാൽ കാലത്താൽ, അവ്യക്തരംഹസ അവ്യക്തമായ വേഗത്തോടു കൂടിയ, യുഗധർമ്മവ്യതികരം, യുഗധർമ്മങ്ങളുടെ സങ്കരത്തെ പ്രാപ്തം, പ്രാപിച്ചിരിക്കുന്ന, ഭുവി ഭൂമിയിൽ, യുഗേ യുഗേ യുഗം തോറും, കഴിഞ്ഞതും ഇനിയും വരാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിവുള്ളതായിട്ടുള്ള ആ വ്യാസമഹർഷി അവ്യക്തമായ അസ്പഷ്ടമായിട്ടുള്ള വേഗത്തോടുകൂടിയ കാലത്താൽ, അതങ്ങനെ ആർക്കും പിടികിട്ടാത്ത വിധത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലം. അതിൻ്റെ ഗതി എങ്ങോട്ടെന്ന് ആർക്കും അറിയില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷെ ഇവിടെ വ്യാസഭഗവാനെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്ന വ്യാസമഹർഷി ആ കാലത്തിൻ്റെ അവ്യക്തമായിട്ടുള്ള വേഗത്തോടു കൂടിയ ആ കാലത്താൽ ഈ ഭൂമിയിൽ ഓരോ യുഗം തോറും പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള യുഗധർമ്മങ്ങളുടെ സങ്കരത്തെ, അതായത് ഓരോ യുഗത്തിലും ധർമ്മത്തിൻ്റെ നിർവചനം മാറിക്കൊണ്ടിരിക്കുന്നു. ധർമ്മം യുഗങ്ങൾക്ക് ആനുപാതികമായി ധർമാധർമ്മങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. അങ്ങനെയുള്ള ആ സങ്കരത്തെ ബാക്കി ഇനി അടുത്ത ശ്ലോകങ്ങളിലായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പരാവരജ്ഞസ്സ ഋഷി, പരാവരജ്ഞസ്സ ഋഷി കാലേനാവ്യക്തരംഹസ യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരാവരജ്ഞസ്സ, ആ സ കൂട്ടക്ഷരമാണ്. ചില ഗ്രന്ഥങ്ങളിൽ പരാവരജ്ഞഃ എന്ന് കൊടുത്തിട്ട് സ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. കഴിയുന്നതും അത് ചേർത്ത് വായിക്കുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അതേപോലെ ഋഷി എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ കാലേന അവ്യക്തരംഹസ, കാലേന അവ്യക്തരംഹസ ആണ് നായുടെ അകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 17-ാമത്തെ ശ്ലോകമാണ്.
ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധധാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷ. ഭൗതികാനാം ച ഭാവാനാം. ഭൗതികാനാം ഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്, ച ഭാവാനാം ഭവത്തിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വസ്തുക്കളുടെ, അതായത് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളുടെ ശക്തിഹ്രാസം, ശക്തികളുടെ ഒരു ചുരുക്കത്തെയും, തത്കൃതം കാലകൃതമായിട്ടുള്ള, ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളുടെ കാലകൃതമായിട്ടുള്ള ശക്തികളുടെ ഒരു ചുരുക്കത്തെയും, അശ്രദ്ധധാനാൻ അശ്രദ്ധധാനാൻ നിസ്സത്വാൻ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെയുള്ളത്. അശ്രദ്ധധാനാൻ എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തവരും, ശ്രദ്ധയില്ലാത്തവരും, നിസ്സത്വാൻ ബലമില്ലാത്തവരും. അപ്പോൾ യുഗങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് മനുഷ്യരുടെ ശക്തിയിൽ മാറ്റം വരുന്നു, അത് ചുരുങ്ങുന്നു എന്നാണ്, ശക്തികളുടെ ചുരുക്കം എന്നാണ് പറഞ്ഞത്. അതായത് അതിന് ക്ഷയം സംഭവിക്കുന്നു. പിന്നെ ശ്രദ്ധ കുറയുന്നവരായി മാറുന്നു. ശ്രദ്ധയില്ലാത്തവരും ബലമില്ലാത്തവരും, അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലുമുള്ള ബലം യുഗം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ക്ഷയിച്ചു വരുന്നു. ദുർമേധാൻ ബുദ്ധി കുറഞ്ഞവരായി വരുന്നു. ഹ്രസിതായുഷ ചുരുങ്ങിയ ആയുസ്സോട് കൂടിയവരാകുന്നു. നോക്കൂ, അപ്പോൾ യുഗം കഴിയും തോറും ഈ ഭൂതങ്ങളിൽ, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളുടെ, ഇവിടെ വസ്തു എന്ന് പറയുമ്പോൾ എല്ലാ ചരാചരങ്ങളും അതിൽപ്പെടുന്നു. പ്രത്യേകിച്ചും ജീവനുള്ള ചരങ്ങളായിട്ടുള്ളവയുടെ കാര്യം നമ്മൾ ഇതിനകത്ത് ഊന്നിപ്പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ മനുഷ്യരുടെ കാര്യം എടുത്താൽ അത് കാലകൃതമായിട്ടുള്ള ശക്തിയുടെ ഒരു ചുരുക്കത്തിന് വഴിമാറുന്നു. മനുഷ്യർ ബുദ്ധിയില്ലാത്തവരായി മാറുന്നു, ബുദ്ധി കുറഞ്ഞവരായി മാറുന്നു, ബലം കുറഞ്ഞവരായി മാറുന്നു, ശ്രദ്ധയില്ലാത്തവരായി മാറുന്നു, ആയുസ് കുറഞ്ഞവരായി മാറുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അടുത്ത ശ്ലോകത്തിൽ അത് പൂർണ്ണമായും നമുക്കത് മനസ്സിലാകും. കാരണം നമ്മൾ വ്യാസഭഗവാന്റെ കാര്യമായിരുന്നു പറഞ്ഞു വന്നിരുന്നത്, സരസ്വതി നദിക്കരയിലിരിക്കുന്ന വ്യാസഭഗവാന്റെ കാര്യം. അപ്പോൾ അതിനിടയ്ക്ക് ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അടുത്ത ശ്ലോകം പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമാകും. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധധാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അശ്രദ്ധധാനാൻ, അവിടെ ദായും ധായുമാണുള്ളത്. വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. തന്നെയല്ല, ദാ കൂട്ടക്ഷരമാണ്. ശ്രദ്ധ അല്ല, അശ്രദ്ധധാനാനാമല്ല, അശ്രദ്ധധാനാനാമാണ്. അവിടെ വായിക്കുമ്പോൾ പലപ്പോഴും തെറ്റുവരാറുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ നിസ്സത്വാൻ, സ കൂട്ടക്ഷരമാണ്. പിന്നെ ഹ്രസിതായുഷ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളത് ആ ശ്ലോകത്തിലുള്ളതൊക്കെ എളുപ്പമുള്ളതാണ്. പ്രധാനമായിട്ടും അശ്രദ്ധധാന നിസ്സത്വാൻ, അതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും 18ാമത്തെ ശ്ലോകം നോക്കാം. ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്ദധ്യൗ ഹിതമമോഘദൃക്. ഇനിയുമാണ് കാര്യത്തിലേക്ക് വരുന്നത്. ദുർഭഗാംശ്ച, ദുർഭഗാൻ ച ആണ്. അപ്പോൾ ആയുസ് കുറഞ്ഞവരാണെന്ന് പറഞ്ഞു, ബലം കുറയുന്നു എന്ന് പറഞ്ഞു, ശക്തി കുറയുന്നു എന്ന് പറഞ്ഞു, ബുദ്ധി കുറയുന്നു എന്ന് പറഞ്ഞു, ശ്രദ്ധയില്ലാത്തവരായി മാറുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല,
ദുർഭഗാൻ. ഭാഗ്യവും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ ഭാഗ്യവും കുറഞ്ഞവരാണ്. ജനാൻ, ജനങ്ങൾ, മനുഷ്യർ ഭാഗ്യവും കുറഞ്ഞവരായി മാറുന്നു. ആയുസ് കുറയുന്നു, ഭാഗ്യം കുറയുന്നു. പിന്നെയോ വീക്ഷ്യ, അങ്ങനെയാണെന്ന് കണ്ടിട്ട്, ഇത് ഓരോ യുഗങ്ങളിലും വരുന്ന മാറ്റങ്ങളെ വ്യാസഭഗവാൻ ആദ്യമേ പറഞ്ഞു. കഴിഞ്ഞതും വരാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാത്തിനെയും അറിയുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് മുനിർ ദിവ്യേന ചക്ഷുഷ, മുനിർ ദിവ്യേന, മുനിഹി ആ വ്യാസഭഗവാൻ ദിവ്യേന ചക്ഷുഷ, ദിവ്യദൃഷ്ടി കൊണ്ട് സർവവർണാശ്രമാണാം, സകല വർണ്ണ ആശ്രമങ്ങൾക്കും, അതായത് പ്രധാനമായും 4 വർണ്ണങ്ങൾ നമുക്കറിയാം. ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇനി ആശ്രമങ്ങൾ പറഞ്ഞാലും ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ 4 ആശ്രമങ്ങൾ. അപ്പോൾ എല്ലാ വർണ്ണ ആശ്രമങ്ങൾക്കും യദ്ദഥ്യൗ, യാതൊന്നാണോ, ദഥ്യൗ ധ്യാനിച്ചു, എന്ത്, ഹിതം അമോഘദൃക്, ഹിതമായതിനെ, യാതൊന്നാണോ എല്ലാ വർണ്ണ ആശ്രമങ്ങൾക്കും ഹിതമായിട്ടുള്ളത്. അമോഘദൃക് എന്ന് പറഞ്ഞാൽ വ്യർത്ഥമല്ലാത്ത ചിന്തയോടുകൂടിയ, അതായത് ഒരു കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളപ്പോൾ അതിനെ വ്യക്തമായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കാനും ഗ്രസിക്കാനുമുള്ള ഒരു കഴിവ്, ആ ഒരു ബുദ്ധിയോടുകൂടി, അമോഘദൃക്ക്, വ്യർത്ഥമല്ലാത്ത ദീർഘവീക്ഷണത്തോടു കൂടിയ ആ മഹർഷി അതിനെ യാതൊന്നാണോ എല്ലാ വർണ്ണ ആശ്രമങ്ങൾക്കും ഹിതമായിട്ടുള്ളത് അതിനെ ധ്യാനിച്ചു. അപ്പോൾ എന്തായിരുന്നു വ്യാസഭഗവാൻ ആ സരസ്വതി നദിയുടെ തീരത്ത് വന്നിരുന്ന് ഏകാന്തനായിരുന്ന് ധ്യാനിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഏകാന്ത സ്ഥാനത്തിലിരിക്കുന്ന ഋഷി കഴിഞ്ഞുപോയ ഓരോരോ യുഗങ്ങളിലും ഇവിടെ നടന്നത് എന്താണെന്ന് നന്നായി ഒന്ന് അനലൈസ് ചെയ്തു. അതിനുശേഷം ഇത് തന്നെയാണ് ഇനിയും വരാൻ പോകുന്ന യുഗങ്ങളിലും, ഈ ചാക്രികമായ ചതുർയുഗങ്ങളുടെ പ്രയാണത്തിൽ ഇനിയും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് തന്നെ, അതായത് ഈ സാധാരണ നമ്മൾ ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ മുൻപോട്ടിനി എന്താണ് വരാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്നും അറിയില്ല. എന്തിനേറെ അടുത്ത നിമിഷം എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെയിരിക്കെ ഓരോ യുഗങ്ങളിലൂടെയും മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ജീവനും സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് വരുന്ന മാറ്റങ്ങൾ, ആ കാലം അവയിലേൽപ്പിക്കുന്ന ചലനങ്ങൾ, അവയൊക്കെ സൂക്ഷ്മമായി മനനം ചെയ്ത് അതിനെ അറിയാനും, വളരെ വിശകലനം ചെയ്ത് അതിനെ അറിയാനും, അതിനുശേഷം ഓരോ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായിട്ടുള്ളത് എന്താണ്, ഈ കാലത്തിൻ്റെ ഗതിയെ തടുക്കാവുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, വരാൻ പോകുന്നതിനെ തടഞ്ഞു നിർത്താനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഈ ഓരോ യുഗങ്ങളിലും മനുഷ്യർക്ക് ഹിതമായിട്ടുള്ളത് എന്താണ് എന്ന് നന്നായി ധ്യാനിച്ചു. കൃതയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്ക് വരുമ്പോഴും, ത്രേതായുഗത്തിൽ നിന്നും ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോഴും, ദ്വാപരയുഗത്തിൽ നിന്നും കലിയുഗത്തിലേക്ക് വരുമ്പോഴും വ്യാസഭഗവാൻ
ശ്രദ്ധിച്ച ഒരു കാര്യം, മനുഷ്യൻ അവൻ്റെ ശക്തികൾ ഓരോ യുഗം കഴിയുന്തോറും ക്ഷയിച്ചു വരുന്നു. ബുദ്ധിക്ക് കുറവ് വരുന്നുണ്ട്. ആയുസ് വല്ലാതെ കുറയുന്നു. ശ്രദ്ധയില്ലാത്തവരായി മാറുന്നു ജനങ്ങൾ. ഭാഗ്യം കെട്ടവരായി മാറുന്നു. ഭാഗ്യത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഈ കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും അവർക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യാൻ കഴിയുക, എനിക്ക് ചെയ്യാൻ കഴിയുക? ഇത് ആലോചിച്ച വ്യാസഭഗവാൻ അവിടെ വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും തരംതിരിച്ചെടുത്ത് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടല്ല, ഓരോ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഹിതമാകുന്ന വിധത്തിൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് നന്നായി ധ്യാനിച്ചു. വ്യാസഭഗവാനെ സംബന്ധിച്ചിടത്തോളം വർണ്ണങ്ങളൊന്നും അല്ലെങ്കിൽ ജാതിയോ മതമോ ഇതൊന്നും വ്യാസഭഗവാൻ ഉണ്ടായിരുന്നില്ല. വർണ്ണങ്ങളായി തരംതിരിച്ചത് സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് ഞാനാണ് 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ അത് ഭഗവാന്റെ സൃഷ്ടിയാണത്. അപ്പോൾ ഈ കർമ്മങ്ങൾക്കും ഗുണങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തി ഭഗവാൻ 4 വർണ്ണങ്ങളെയും അതേപോലെ മനുഷ്യരിൽ നിക്ഷിപ്തമായിട്ടുള്ള 4 ആശ്രമങ്ങൾ, ഇവയ്ക്കെല്ലാം ഉതകുന്ന വിധത്തിൽ, ഇവയ്ക്കെല്ലാം ഹിതമായി വരുന്ന വിധത്തിലുള്ള ഉപായത്തെ വ്യാസഭഗവാൻ അവിടെ ഇരുന്ന് ധ്യാനിച്ചു. തനിക്കു വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല ആ ധ്യാനം. നോക്കൂ, നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, കുറച്ച് മുൻപ് ഒരു ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, മഹത്തുക്കൾ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്കും സുഖത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇവിടെ വ്യാസഭഗവാനും അത് തന്നെയാണ് ചെയ്തത്. ആ സരസ്വതി നദീതടത്തിൽ വന്നിരുന്ന യുഗം തോറും മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരിലെ സദ്ഭാവങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ബുദ്ധിയില്ലാത്തവരായും ഭാഗ്യമില്ലാത്തവരായും ആയുസ് കുറഞ്ഞവരുമായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹിതത്തിനായിക്കൊണ്ടുള്ള ഉപായത്തെയാണ് വ്യാസഭഗവാൻ ധ്യാനിച്ചത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണ്ണാശ്രമാണാം യദ്ദധ്യൗ ഹിതമമോഘദൃക്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദുർഭഗാംശ്ച, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ മുനിർദിവ്യേന, ദ കൂട്ടക്ഷരമാണ്. യദ്ദധ്യൗ, യത് ദധ്യൗ ആണ്. പദം പിരിക്കേണ്ട ദ കൂട്ടക്ഷരമാണ്. അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഹിതം അമോഘദൃക്, ഹിതം അമോഘദൃക് ആണ്. അവിടെ ആദ്യത്തെ മായുടെ അകാരം ശ്രദ്ധിക്കുക. ഹിതം അമോഘദൃക്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.